ഈ 3 എണ്ണത്തിന് ഇന്ന് രാവിലത്തെ മോർണിംഗ് ആക്ടിവിറ്റി കഴിഞ്ഞപ്പോൾ മുതൽ തുടങ്ങിയ ചൊറിച്ചിലാണ്. സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു വേർഡ് യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. കാരണം ഇവരങ്ങനെ ആ പ്രവൃത്തിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഷാനവാസ് ഇരുന്നിട്ട് ഇപ്പം ചോറും എടുത്ത് ഇവിടെ വന്നിട്ട് ഈ പെൺപിള്ളേരെ 2 പേരെടുത്തും എരി കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവൾ എന്തോന്നാ ക്യാപ്റ്റനെ പോലും അനുസരിക്കാതെ ഉള്ള പരിപാടിയില്ല അവൾ ചെയ്യുന്നത്. അങ്ങ് അടക്കി ഭരിക്കുകയില്ലേ, അവളുടെ ഭരണം അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല. അപ്പോഴത്തേന് നൂറ ക്യാപ്റ്റനായ എൻ്റെ ഒരു വാക്ക് മാനിക്കുന്നില്ല, എൻ്റെ ഒന്ന് അനുസരിക്കുന്ന പോലുമില്ല. ഈ എത്ര തവണയായി ഇപ്പോൾ കിച്ചണിൽ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. എന്തെങ്കിലും പറയാനിരിക്കുമോ കിച്ചണിൽ നിന്ന് അങ്ങ് ഇറങ്ങി പോകാനായിട്ട്? എന്തൊരു സ്വഭാവമാണെന്ന് നോക്കിയേ. എന്നിട്ട് പറയുകയാണ് അടുത്ത ആഴ്ച എന്തായാലും ക്യാപ്റ്റൻ ആവുമല്ലോ, അന്നേരം അങ്ങ് കാണിക്കാമല്ലോ, എന്താണെന്ന് വെച്ചാൽ അങ്ങ് കാണിക്കുക. ഞാൻ കിച്ചൺ ക്യാപ്റ്റൻ ആയിരുന്നപ്പോഴും അവൾ അധികാരം കാണിച്ചാണ് ഫുഡ് വെച്ചുകൊണ്ടിരുന്നതെന്ന് ഷാനവാസ് പറയുന്നുണ്ട്. എന്ത് അധികാരമാണ് അവൾക്ക് അങ്ങനെ കാണിക്കാൻ? ഒരു കിച്ചൺ ക്യാപ്റ്റനെ റബ്ബർ സ്റ്റാമ്പാക്കി മാറ്റിയിട്ട് അവൾ അധികാരം കാണിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് അവൾക്ക് മനസ്സിലായില്ലെന്ന് ഷാനവാസ് പറയുന്നു. അനീഷിനെ വിളിച്ചിട്ട് പറയണം, അനീഷേട്ടാ ഉപദേശിക്കുമ്പോൾ ഇതും കൂടെ പറഞ്ഞ് കൊടുത്തേരെ, സ്വന്തം ടീമിൽ നിന്ന് ഒഴിഞ്ഞു മാറുമ്പം അത് ശരിയുള്ള കാര്യമല്ലെന്നൂടെ പറഞ്ഞേരെന്ന് പറയുന്നു നൂറ. പ്രശ്നങ്ങൾ ഫേസ് ചെയ്യാൻ പഠിക്കണം. എത്ര പ്രശ്നങ്ങളാണ് ഇവർ ഫേസ് ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നല്ല 2 മഹത് വ്യക്തികൾ. ഷാനവാസ് വീണ്ടും തുടങ്ങിയാണ്, അവൾ വെറും ഒരു മെമ്പറാണ് അവിടുത്തെ, സ്വന്തം ഇഷ്ടപ്രകാരം അങ്ങോട്ട് ഇറങ്ങി പോവുക, ക്യാപ്റ്റന് പോലും ഒരു വില തരുന്നില്ലെന്ന് നൂറ പറഞ്ഞു. എന്ത് വിലയാണ് കൊടുക്കേണ്ടത്? ഞാൻ വിളമ്പണമെന്ന് അവൾ പറയുന്നു. ഷാനവാസ് പറയണേ, ഞാൻ കൊടുക്കും, ഞാൻ തീരുമാനിക്കും. ആദിൽ അനീഷിനെ വിളിച്ചിട്ട് പറയാണ്, അനീഷ് കുട്ട ആ ബക്കറ്റൊന്ന് അടുപ്പിച്ച് വെച്ച് കൊടുക്ക്, കണ്ണീരൊന്ന് വീഴട്ട്. എന്നിട്ട് ആദിൽ പറയണ, ആ ഫ്രെയിമെന്ന് നോക്കിയേ, സെക്യൂരിറ്റിയും മോളും കൂടി ഇരിക്കുന്നെന്ന്. അനീഷിനെയും നമ്മുടെ അനുമോളെയും കൂടെ ചൂണ്ടിയിട്ട് പറയുകയാണ്. 2 പ്രതിമകൾ ഉപദേശിച്ച് നശിപ്പിക്കരുതെന്ന് പറഞ്ഞേരാ അനീഷിൻ്റെ അടുത്ത് എന്ന് ആദിലയുടെ അടുത്ത് ഷാനവാസ് പറയുകയാണേ. ഉപദേശിച്ച് കൊല്ലാതിരുന്നാൽ മതി, ഉപദേശിച്ച് നാശമാക്കാതിരുന്നാൽ മതി. ഈ അനീഷിന് ഇത് വേണം. കാരണം ഈ ഷാനവാസിനെ പച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളത്തില്ലെന്ന് പല ആവർത്തി മനസ്സിലാക്കി കൊടുക്കും. എന്നിട്ടും അങ്ങ് ഷാനവാസെന്ന് പറഞ്ഞിട്ട് നടക്കുക. അനീഷിന് ഇത് വേണം. ഇവളൊരിക്കൽ ക്യാപ്റ്റനായിട്ട് മാറിയിട്ട് ഇവൾ നിർദ്ദേശിക്കുന്ന ഗ്രൂപ്പിൽ നിന്ന് ഒരാൾ ഒഴിഞ്ഞു മാറുമ്പോഴേ ഇവൾക്ക് അതിൻ്റെ മനസ്സിലാവത്തുള്ളൂ നൂറ. എന്നാലേ അതിൻ്റെ രോദനം മനസ്സിലാവും. അപ്പോൾ അതിൽ പറയാണ്, അവൾ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറയും, ലാലേട്ടൻ വരുമ്പോൾ ലാലേട്ട ഒരാൾ ഇറങ്ങി പോയതുകൊണ്ട് ഞാൻ കയറി അങ്ങ് ഉണ്ടാക്കിയെന്ന് പറയും. അത്ര മിടിക്കുക. അത്രയ്ക്ക് നല്ലൊരു സ്ത്രീയാണ്, നന്മ മരമാണ്, നന്മ മരത്തിൻ്റെ തടിയുടെ അകത്തുള്ള ഒരു പുഴുവാണ്. എന്തായാലും ഇതുങ്ങൾ 2 പേരും ആ വീടുകളിൽ നിന്ന് ഇറങ്ങി ആ വീട്ടുകാർ രക്ഷപ്പെട്ടു. പക്ഷെ സമൂഹം എന്ത് തെറ്റ് ചെയ്തു ഇവരെയൊക്കെ ഇങ്ങനെ അനുഭവിക്കാനായിട്ട്? സത്യം.